വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന വിഷമാലിന്യങ്ങൾ പെരിയാറിൽ കലർന്ന മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയ സാഹചര്യത്തിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUCയുടെ നേതൃത്വത്തിൽ ഗാന്ധിനഗറിലുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുമ്പിൽ മാർച്ചും ധർണയും നടത്തി. CPI എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിളവെടുക്കാൻ കുറച്ച് ദിവസം മാത്രമുള്ള സമയത്താണ് ഈ കൃത്യം അവിടെ നടന്നത്. അതിവിടെ ഇപ്പോൾ ഇഒ ജോണി പറഞ്ഞപ്പോൾ ഫിഷറീസിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് 10 കോടി രൂപ നഷ്ടമെന്ന തരത്തിലാണ് പറഞ്ഞതായി ജോണി ഇവിടെ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ സഞ്ചരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൂടുകൃഷിക്ക് തന്നെ വലിയ തോതിലുള്ള നഷ്ടമുണ്ടായിട്ടുണ്ട്. അതിലും വലിയ നഷ്ടമാണ് നമ്മുടെ നാട്ടിൽ സാധാരണ ഉപകരണങ്ങൾ, ചെറിയ വള്ളങ്ങൾ, ചൂണ്ട, വല ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യബന്ധനം നടത്തുന്ന നിരവധി ആളുകളുണ്ട്. അതോടെ കായലിൽ പോയി മത്സ്യം പിടിച്ച് അവർ വിറ്റ് ഉപജീവനം നടത്തുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ. ജില്ലാ പ്രസിഡന്റ് PJ കുശന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി T രഘുവരൻ, VO ജോണി, കുമ്പളം രാജപ്പൻ, അഡ്വക്കേറ്റ് PV പ്രകാശൻ, KK സന്തോഷ് ബാബു, PO ആന്റണി, PS സുനിൽകുമാർ, PR തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു. ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് കേസെടുക്കേണ്ട ഏറ്റവും ഗുരുതരമായ കുറ്റമാണ് ആ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ മേധാവികളെയെല്ലാം മാതൃകാപരമായി ശിക്ഷിക്കാൻ കഴിയുന്ന നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കണം. ഇവിടെ കൃഷിക്കാർ നൂറുകണക്കിന് ആളുകൾക്കാണ് 20 ലക്ഷം രൂപയുടെയും 25 ലക്ഷം രൂപയുടെയും എല്ലാം നഷ്ടമുണ്ടായിട്ട് എല്ലാവരും ഇപ്പോൾ കടക്കാരായി മാറിയിരിക്കുകയാണ്. മിക്കവാറും 95% ആളുകളും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ കൂടുകൃഷി നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാം വഴിയാധാരമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ പ്രാഥമികമായി പുറത്തു വന്നിട്ടുള്ള നഷ്ടമല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഇതൊരു വലിയ സാമൂഹ്യ ഇഷ്യൂവായി മാറിയിരിക്കുകയാണ്. ആ നിലയിൽ വളരെ ഗൗരവമായ പ്രശ്നം ആയി പെരിയാറിലെ ഈ മത്സ്യക്കുരുതി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പരിഹാരം കാണുന്നവരെ സമരരംഗത്ത് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUCയും ഉണ്ടാകും എന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. സാർ, ഇത് ഓൾറെഡി 20-ാം തീയതി ഇൻഫോം ചെയ്തതാണ്. മാലിന്യം തള്ളപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് 30 ഇൻഫോം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതിനെത്രത്തോളം സത്യാവസ്ഥ എന്താണെന്ന്? സാധാരണ ഇതിപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെ തണുപ്പിക്കുവാൻ ചില പൊടിക്കൈകൾ നടത്തുക എന്നുള്ളതാണ് സാധാരണ അധികാരികൾ ഇത് ചെയ്തു വരുന്നത്. മഴക്കാലം എത്തുമ്പോൾ മഴ രൂക്ഷമായി ശക്തമായി മഴ പെയ്യുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ രാസമാലിന്യങ്ങൾ തള്ളുക എന്നുള്ളത് പല കാലങ്ങളിലും ഇതിന് മുൻകാലങ്ങളിലും ഇതുപോലെ ചെയ്തു വരുന്ന പ്രവർത്തികൾ വരികയാണ്. ആ സമയത്തെല്ലാം തന്നെ CPIയും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി യൂണിയൻ AITUCയും എല്ലാം കൃത്യമായി ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനിടയുണ്ട് എന്ന് പലപ്പോഴും ചൂണ്ടിക്കാണിക്കുകയും ചെയ്താലും ഒരു നിസ്സംഗഭാവത്തോടു കൂടിയാണ് ഇതിനെ നിയന്ത്രിക്കേണ്ട മലിനീകരണ ബോർഡ് അതിലടക്കമുള്ള അധികാരികൾ ഇതിനോട് എടുത്തിട്ടുള്ള സമീപനം. തീർച്ചയായും അവരെ കൂടി പ്രതി ചേർത്തുകൊണ്ട് വേണം, ഈ അധികാരികളെ കൂടി പ്രതി ചേർത്തുകൊണ്ട് വേണം ഇതിൻ്റെ അന്വേഷണവും ഇതിൻ്റെ നടപടികളും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. പെരിയാറിൻ്റെ മലിനീകരണം സംബന്ധിച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ്. പക്ഷേ അത് അനസ്യൂതം തുടരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഹരിത ട്രിബ്യൂണലിൻ്റെ ഒരു വിധിയുണ്ട്. ഈ ട്രീറ്റ് ചെയ്യുന്ന വെള്ളം പോലും പുഴയിലേക്ക് ഒഴുക്കാൻ പാടില്ലെന്നുള്ളതാണ്. പക്ഷേ ട്രീറ്റ് ചെയ്യുന്ന വെള്ളം ട്രീറ്റ്മെൻറ്റ് പോലും ഇല്ലാതെ വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച കമ്പനികളുടെ ട്രീറ്റ്മെൻറ്റ് സംവിധാനം പോലും തകർന്നിരിക്കുകയാണ്. ഇതിനകത്ത് കയറി പരിശോധിക്കാനുള്ള ഒരു തൻ്റെ ഇടം നമ്മുടെ മലിനീകരണ നിയന്ത്രണ ബോർഡ് കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC ഹൈക്കോടതി ജഡ്ജിയുടെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ വെച്ച് ഒരു ജുഡീഷ്യൽ അധികാരം ഉപയോഗിച്ച് നിലവിലുള്ള മുഴുവൻ 280 വ്യവസായശാലകളും പരിശോധിക്കുകയും അതിൻ്റെ തകർന്നു കിടക്കുന്ന മുഴുവൻ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളുടെയും യഥാർത്ഥ ചിത്രം ഒരു വൈറ്റ് പേപ്പർ എന്ന നിലക്ക് നമ്മുടെ സംസ്ഥാനത്തെ പൊതുജനങ്ങളുടെ മുൻപിൽ കൊണ്ടുവരണം. വ്യവസായശാലകൾ അടച്ചുപൂട്ടണമെന്നല്ല ഞങ്ങളുടെ അഭിപ്രായം. ഇത്ര വർഷം കൊണ്ട് ഈ നശിച്ചു പോയിട്ടുള്ള പെരിയാറിനെയും കൈവഴികളെയും പുനർജീവിപ്പിക്കാൻ ആവശ്യമായ ഒരു ബൃഹത്തായ പദ്ധതിയാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതിനുവേണ്ടി 29-ാം തീയതി മന്ത്രിയുടെ തീരുമാനം കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും മത്സ്യ കർഷകരെയും
ഏലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകരുടെയും കൊച്ചിൻ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള കുടിവെള്ളം ഉപയോഗിക്കുന്ന മുഴുവൻ പൗരവരുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും യോഗം വിളിച്ചുകൂട്ടി ഒരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്ഷോഭ പരിപാടിയാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ഉദ്ദേശിക്കുന്നത്. ഈ സമരം ഇന്നത്തെ കൊണ്ട് അവസാനിക്കുന്നില്ല. തുടർന്ന് നമ്മുടെ നാട്ടിലെ മുഴുവൻ കുടിവെള്ളം ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളും ഈ സമരവുമായി സമരസപ്പെടണം എന്നാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC ജില്ലാ കമ്മിറ്റിക്ക് അപേക്ഷിക്കാനുള്ളത്. CPI കടവന്ത്ര ലോക്കൽ സെക്രട്ടറി PP ദിലീപ് കുമാർ, AITUC തൃക്കാക്കര മണ്ഡലം പ്രസിഡന്റ് അജിത് അരവിന്ദ്, AIYF തൃക്കാക്കര മണ്ഡലം സെക്രട്ടറി പ്രമേഷ് വി ബാബു, CPI മണ്ഡലം കമ്മിറ്റി അംഗം MC രവി എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക് ചാനൽ 91.